ഈ വഴി നേരെ രാജകുമാരിക്ക് പോകും കേട്ടോ. ആ വഴി സേനാപതിക്ക് പോകും. അവിടുന്ന് വലത്തോട്ട് കിടക്കുന്ന വഴി മാങ്ങാത്തൊട്ടി ചെമ്മണ്ണാറൊക്കെ പോവേ. രാജകുമാരി പട്ടണത്തിൻ്റെ എൻട്രൻസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഒരു മലയോര പട്ടണത്തിലാണ്. ആ പട്ടണത്തിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? അതാണ് രാജകുമാരി എന്ന് പറഞ്ഞ പട്ടണം, മലയോര പട്ടണം. ഒത്തിരി ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ രാജകുമാരി. അപ്പം നമുക്ക് ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. ഈ താഴോട്ട് കിടക്കുന്ന റോഡ് രാജാക്കാട്ടിലേക്ക് പോകുന്നതാണേ. ഈ റോഡ് നേരെ പൂപ്പാറ മൂന്നാർ ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡാണ്. നമുക്ക് മേളിലേക്ക് പോകാം. രാജകുമാരി പള്ളിയൊക്കെ ഉണ്ടേ മുകളിൽ. അതുകൊണ്ട് അങ്ങ് ദൂരെ കാണുന്നതാണ് രാജകുമാരിയിലെ പുതിയ പള്ളിയും പഴയ പള്ളിയും ഒക്കെ ഉണ്ട്. നമുക്ക് പള്ളിക്കലൊന്ന് കയറിയിട്ട് വരാം. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് നക്ഷത്രങ്ങളൊക്കെ ഇവിടെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പൂപ്പാറ, രാജകുമാരി, മൂന്നാർ, ബോഡിമെട്ട്, തമിഴ്നാടൊക്കെ പോകുന്ന റോഡാണേ. മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് കേട്ടോ ഇവിടുത്തെ ഈ ദേവമാതാ പള്ളി. നക്ഷത്രങ്ങളുണ്ടോ? നക്ഷത്രങ്ങളുടെ ഒരു മത്സരം മറ്റാണോ? ഇതുപോലെ നക്ഷത്രം മറ്റൊരു പള്ളിക്കൽ ഞാൻ കണ്ടില്ല കേട്ടോ. ഇരട്ടയാറ്റിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ പുതിയ പള്ളി ഇങ്ങോട്ട് മാറ്റി പണിതിട്ട് ഒരുപാട് കാലങ്ങളൊന്നും ആയിട്ടില്ല. ഇവിടെ ആദ്യമേ ഉണ്ടായിരുന്നത് ആ കാണുന്ന പഴയ പള്ളിയാണേ. ഹൈറേഞ്ചിൻ്റെ കുടിയേറ്റ കാലത്ത് വന്ന ആൾക്കാരാണ് ഇവിടുത്തെ പഴയ കാരണവന്മാർ മിക്കവാറും. 1950കളിലാണ് ഇങ്ങോട്ടൊക്കെ കുടിയേറ്റം ഉണ്ടായത്. പുൽക്കൂടിൻ്റെ ഒക്കെ നിർമ്മാണം നടക്കുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞ് വരുമായിരുന്നെങ്കിൽ ഈ പുൽക്കൂടിൻ്റെ ഒക്കെ കാഴ്ചകൾ കാണാമായിരുന്നു. പുൽക്കൂടിനുള്ള പുല്ലൊക്കെ കൊണ്ടിട്ടേക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ 8 നോയമ്പിൻ്റെ സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ആ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് അവിടെ ആയിരുന്നേ. നമ്മൾ താഴത്തെ പുതിയ പള്ളിയുടെ അതിൽ ഇങ്ങോട്ട് കയറി വന്നു. ഈ രാജകുമാരിക്കൊക്കെ ഒത്തിരി ചരിത്രമുള്ളതാണ് കേട്ടോ. 1950കളിലൊക്കെ ഒരുപാട് ജനങ്ങൾ നാട്ടിൻപുറത്തുനിന്ന് ഇങ്ങോട്ട് കൃഷിക്കൊക്കെ ആയിട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നേ. ആ സമയത്തൊക്കെയും ഇവിടെ ഒരുപാട് കാട്ടുമൃഗങ്ങളുടെയൊക്കെ ശല്യമുള്ളൊരു ഭയങ്കരമായ പ്രശ്നമുള്ളൊരു സ്ഥലമായിരുന്നു ഇവിടെയൊക്കെ. അവർ മൃഗങ്ങളോടൊക്കെ പടപൊരുതി ഇവിടെ കൃഷിയും മറ്റുമായിട്ടൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്ത് അവർക്കന്നേരം ഇവിടെ ഒരുപാട് ആൾക്കാരില്ലായിരുന്നു. ഒരു 10-50-100 വീട്ടുകാരൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ അവർക്ക് ആരാധിക്കാനൊരു പള്ളിയൊക്കെ വേണമായിരുന്നു. ഇങ്ങനെ ഒരു ചെറിയ പള്ളിയൊക്കെ ഇവിടെ ഉണ്ടാക്കിയെടുത്തു. അപ്പോഴവർക്ക് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇച്ചിരി നല്ലൊരു പള്ളിയൊക്കെ ആക്കണം എന്നുള്ളൊരു ധാരണയൊക്കെ വന്ന് അവരിങ്ങനെ അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ച് ഇവിടെ അടുത്തൊന്നും അന്നൊന്നും പള്ളിയൊന്നും ഉണ്ടായിരുന്നില്ല. കുമ്പമ്പാറയായിരുന്നു പള്ളി ഉണ്ടായിരുന്നുള്ളൂ. കുമ്പമ്പാറയിലെ അച്ഛനോട് വിവരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ പള്ളി മെയിനായിട്ട് സ്ഥാപിക്കുന്ന ഒരു കാര്യം വന്നത്. അങ്ങനെ ഇപ്പോൾ ഈ സ്ഥലത്തിന് പേരില്ലായിരുന്നു കേട്ടോ. ഇതിന് പേര് വേണമെന്നൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും പേരിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വന്നപ്പം ഇവിടെ ഒരു വേങ്ങയൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ വേങ്ങ സിറ്റിന്ന് പേരിടാമെന്ന് പറഞ്ഞു. അത് ശരിയാവുമല്ലെന്ന് അച്ഛനൊക്കെ പറഞ്ഞ് പിന്നെ അവർ ആലോചിച്ച് നോക്കിയപ്പം ഇവിടെ കോട്ടയംകാരനൊരു പുള്ളിക്കാരൻ്റെ തോട്ടം ഉണ്ടായിരുന്നേ. ആ തോട്ടത്തിൻ്റെ പേര് രാജ്കുമാർ എന്നായിരുന്നു. അപ്പം അച്ഛനും പിതാവും കൂടെ പറഞ്ഞു എന്നാൽ രാജ്കുമാറാണെങ്കിൽ നമുക്ക് രാജകുമാരി ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ രാജകുമാരി എന്ന് പേര് വന്നു, രാജകുമാരി പള്ളി വന്നത്. ഇത് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പം ഈ പള്ളിയുടെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞതായിട്ട് ഞാൻ അതിനകത്ത് കണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞൊരു ചരിത്രമാണ്. അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ കാണുന്ന കാര്യങ്ങൾ അപ്പോൾ പറയുക എന്നുള്ളതാണ്. ഈ പള്ളിയുടെ പരിസരത്ത് നമ്മൾ അധികം സൗണ്ടൊന്നും ഉണ്ടാക്കാൻ പാടില്ലാത്തതാണ്. ഒരു നിത്യാരാധന പള്ളിയാണ് ഈ പഴയ പള്ളി. മാത്രവുമല്ല മരിയൻ തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ്. അപ്പോൾ നമുക്കിനി താഴെ ടൗണിലേക്ക് തന്നെ പോവാം.
എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഈ നക്ഷത്രങ്ങളാണ് കേട്ടോ. എന്തുമാത്രം നക്ഷത്രമായിരിക്കുന്നു നോക്കി. ഇതെല്ലാം കൂടെ രാത്രിയിൽ ഇങ്ങനെ കത്തിക്കഴിയുമ്പോൾ അത് കാണാൻ വേറൊരു ലെവലാന്ന് പറഞ്ഞ പോലെ. 8 നോയമ്പിൻ്റെ സമയത്തൊക്കെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. 8 നോയമ്പിൻ്റെ ലാസ്റ്റ് ഡേറ്റിലല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ആദ്യം തുടങ്ങിയിട്ടൊരു 3-4 ദിവസം ആയപ്പോൾ ഞാനിവിടെ വന്നൊരു വീഡിയോ ഒക്കെ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നേ. അന്നൊക്കെയും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് റോഡിലേക്ക് ഇറങ്ങി പോകാം അല്ലേ. ഇങ്ങോട്ട് കയറി വരുന്ന വഴി തന്നെ ഇവിടെ നല്ലൊരു ഗാർഡനൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു ഗാർഡനാണ് കേട്ടോ. ഈ ഗാർഡനെ കൂടെ ഇങ്ങനെ സ്റ്റാറും കൂടെ സെറ്റ് ചെയ്തപ്പോഴത്തേക്കുണ്ടല്ലോ ഒരുപാട് ഭംഗിയായത്. ഈ സ്റ്റാറിനായിരിക്കുമോ 1ാം സമ്മാനം കിട്ടുന്നത്? ഈ സ്റ്റാർ കണ്ടിട്ട് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല കേട്ടോ. അതുപോലെ ഉണ്ട്, ഓരോന്നും ഭയങ്കര വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്തേക്കുന്നത്. അവിടെ ഒരെണ്ണം കണ്ടോ. ഇപ്പം നമ്മൾ കുളപ്പുറച്ചാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തി കേട്ടോ. ഇവിടുന്ന് ഇനി മുന്നോട്ട് പൂപ്പാറ റൂട്ടിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഈ വഴിക്കൊക്കെ ഒരുപാട് നല്ല വീടുകളൊക്കെ കാണാവേ. അതുപോലെ നല്ല അടിപൊളി റോഡാണ് ഈ വഴിക്കുള്ള. പൂപ്പാറേന്ന് രാജാക്കാടേക്കായിരുന്നു ഈ വഴിക്ക് ആദ്യം, ഈ ഭാഗത്ത് ആദ്യമായിട്ട് റബ്ബറൈസർ റോഡൊക്കെ വന്നതേ. അതിപ്പോൾ ചെയ്തിട്ടൊരു 5-6 വർഷത്തിന് മേളിലായി. അടുത്ത സിറ്റിയായ കുരുവിള സിറ്റി എത്തി നമ്മൾ കേട്ടോ. ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് പൈസമ്പാലി വഴിക്കൂടെയൊക്കെ പോയിട്ട് മൂന്നാറൊക്കെ പോകാം. വലത്തോട്ട് പൂപ്പാറ. കുരുവിള സിറ്റി വലിയ കുഴപ്പമില്ലാത്ത ഒരു ചെറിയ സിറ്റിയാണ് കേട്ടോ. ഇവിടെ ഒരു പള്ളിയൊക്കെ കാണാവേ. സെൻറ്റ് ജോർജ് സെഹിയോൻ ജാക്കോബൈറ്റ് സിറിയൻ ചർച്ച്. ഇപ്പം നമ്മളെ മുരിക്കൻതൊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയേ. മുരിക്കൻതൊട്ടിയിൽ മരിയ ഗുരാത്തി എന്ന് പറഞ്ഞിട്ടൊരു ചർച്ചൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ഇങ്ങോട്ടുള്ള റോഡ് ഇങ്ങോട്ട് കയറിയാണ് നിൽക്കുന്നത് കേട്ടോ. ആ കാണുന്ന റോഡായിരുന്നു നമ്മൾ രാജകുമാരിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഒത്തിരി ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ പള്ളിയും ഈ പരിസരമൊക്കെ ആയിട്ട്. പള്ളിയുടെ തന്നെ ഒരു കുരിശും തൊട്ടിയൊക്കെ ഇവിടെ കാണാവേ. നമ്മൾ പൂപ്പാറയ്ക്ക് പോകുന്ന വഴി അതാണ്. ഇതിലേ ഇങ്ങനെ ഒരു റോഡ് പോകുന്നുണ്ട്. ഈ വഴിക്ക് പോയാൽ നമുക്ക് ശാന്തമ്പാറ ചെന്ന് കയറാവേ, എളുപ്പ വഴിക്ക്. പക്ഷേ ഇച്ചിരി കൂടെ നമുക്ക് കാഴ്ചകളൊക്കെ കിട്ടുന്നത് അപ്പുറത്തെ വഴിക്ക് പോകുമ്പോഴാണ്, പൂപ്പാറ റൂട്ടിലൊക്കെ. മുരിക്കിൻതൊട്ടി വട്ടപ്പാറ ഉടുമ്പുംചോല റോഡായത്. അതൊരു സ്കൂളാണ്, മോൺഫോർട്ട് സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളാണ്. നമ്മളെ കുമളി അണക്കര ഉള്ളൊരു മോൺഫോർട്ട് സ്കൂളുണ്ട്. അതും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പം നമ്മൾ എസ്റ്റേറ്റ് പൂപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ. പൂപ്പാറയ്ക്ക് ഇപ്പുറത്തുള്ളൊരു സ്ഥലമാണ് എസ്റ്റേറ്റ് പൂപ്പാറ. തമിഴ്നാട്ടുകാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ താമസക്കാർ. മലയാളികൾ ഇടയ്ക്ക് മുട്ടനേക്കെ ഉള്ളൂ. ഇനി അങ്ങോട്ട് ചെല്ലുന്നതനുസരിച്ച് തമിഴ്നാട്ടുകാരാണ് കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞല്ല, ഒരു ഏരിയ പറഞ്ഞ. നമ്മൾ രാജകുമാരി രായക്കാടൊക്കെ കണ്ടോ കൂടുതലും കേരളീയർ തന്നെ, മലയാളികളെ ഉണ്ടായിരുന്നുള്ളൂ അവിടെയൊക്കെ കൂടുതൽ. ഇവിടെ മൊത്തം ബ്ലോക്കായ പോലെ ആയേ. ഇട കുറഞ്ഞ സ്ഥലമാണ്. ടൈം ബസ്സൊക്കെ വരുന്ന വരവുണ്ട്. ഇനി അങ്ങോട്ട് നമുക്ക് നല്ല തേയിലക്കാഴ്ചകളൊക്കെ കാണാവേ. ലൈൻസും പാടികളും. റോഡൊക്കെ തിരക്കായി വരുന്നു, വൈകുന്നേരമായില്ലേ. മൂന്നാറിൻ്റെ തനതായ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകൾ ഇവിടെ തുടങ്ങുക. ഇവിടെ ചെറിയ ജംഗ്ഷനൊക്കെ കിട്ടുന്നുണ്ടേ. എസ്റ്റേറ്റിലോട്ടൊക്കെ കയറി പോകുന്ന വഴിയും അവിടുത്തെ തേയിലപ്പരയൊക്കെയാണത്. ഈ വഴി നേരെ ഇനി പൂപ്പാറയ്ക്ക്. ഓക്കെ, തേയിലച്ചെടികൾ നിൽക്കുന്നു നോക്കിയേ. ഇത് കൊളുന്ത് എടുക്കാറായി തോന്നുന്നു കേട്ടോ. ഇതിലെ എസ്റ്റേറ്റിൻ്റെ അകത്തോട്ട് കയറി പോകുന്നൊരു വഴിയാണ്. ഇവിടെ ഒരു മാടക്കടയുണ്ട്. രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ട്. കുറച്ചാൾക്കാർ എസ്റ്റേറ്റിലേക്ക് കയറി പോകുന്നുണ്ട്. ഇതിലെ നല്ലൊരു വഴിയാണല്ലോ മുന്നോട്ട് പോകണമെങ്കിൽ. പൂപ്പാറയിലെ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടോ, എന്താ ഭംഗി നോക്കിയേ. ഇതിൻ്റെ ഇടയ്ക്ക് ആന ഇറങ്ങിയെന്നാൽ പോലും നമ്മൾ അറിയാലോ കേട്ടോ. അങ്ങോട്ട് മൂന്നാറിൻ്റെ കാഴ്ചകളാണ് അങ്ങേ സൈഡൊക്കെ. മൂന്നാറ് തമിഴ്നാട് ഭാഗങ്ങളൊക്കെ നല്ല വണ്ടിത്തിരക്കാണ് റോഡിലെ. ഏതായാലും കാലാവസ്ഥയൊക്കെ കുറച്ച് തെളിഞ്ഞുകൊണ്ടേ കാണാനൊരു പ്രത്യേക അഴകുണ്ട്. പൂപ്പാറയ്ക്ക് അടുത്തെത്താറിയ കേട്ടോ. ഇവിടെ കുറച്ച് നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാവേ. അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കുരിശുപള്ളിയുണ്ട്.
കുരിശുപള്ളിയുടെ ഒരു പള്ളി അവിടെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു ചെറിയ പള്ളി ഇരിപ്പുണ്ടേ. താഴെ കുറേ വീടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ അമ്പലത്തിൻ്റെ അവിടെ ഒരു പുഴയൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്ന കാണാവേ. ഇവിടെ കുറച്ച് പൂക്കളൊക്കെ കണ്ട എന്ത് ഭംഗിയല്ലേ. ഇവിടെ നമുക്കൊരു അമ്പലവും ഒക്കെ കാണാവേ. തമിഴ്നാട് ശൈലിയിലൊക്കെ നിർമ്മിച്ചിട്ടുള്ള അമ്പലങ്ങളാണ് ഈ ഭാഗത്തൊക്കെ കൂടുതലും. ഇവിടെയൊക്കെ എപ്പോഴും നല്ല കാഴ്ചകളാണ്. താഴെ നമുക്ക് പൂപ്പാറ ടൗൺ കാണാവേ. ഇവിടെ വഴി തിരിച്ചേക്കുന്നുണ്ടോ, മൂന്നാർ, തേനി, പൂപ്പാറ. ആ ഒരു ജംഗ്ഷനിൽ നേരെ കിടക്കുന്ന വഴി മൂന്നാറിനുള്ളതാണ്. വലത്തോട്ടുള്ളത് തേനിക്കും തമിഴ്നാട്ടിലും ബോഡിമെട്ടൊക്കെ പോകുന്ന വഴിയാണേ. ഒരമ്മച്ചിയുടെ കച്ചവടമാണ് അതൊക്കെ. ചോളമൊക്കെ പുഴുങ്ങി കൊടുക്കുക, അതുപോലെ എന്തൊക്കെയോ ഉണ്ട് അവിടെ. ആ വഴിക്ക് അങ്ങനെ പോയാൽ തമിഴ്നാട്ടിലേക്ക് പോകാട്ടോ. ഇങ്ങനെ പോയാൽ നമുക്ക് മൂന്നാറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകാം. നമുക്ക് ഈ അമ്മച്ചോട് ഒരു ചോളം മേടിക്കാം. ചോളത്തിൽ എന്തൊക്കെയാണ് മസാല ഇടുന്നതെന്ന് നോക്കാം. എന്നൊക്കെ ഇടുന്നതിൽ ഉപ്പ്, നാരങ്ങ, മുളകല്ലേ. മുളക് പൊടി ഇട്ടിട്ട് അങ്ങനെ തൂക്കും. അപ്പോൾ മസാല പോലെയാവും. നല്ലൊരു ടേസ്റ്റായിരിക്കും കഴിക്കാനേ. എന്തായാലും നമുക്ക് ഒരെണ്ണം കഴിച്ചു നോക്കാം. അവരുടെ ഒരു ഉപജീവനത്തിൻ്റെ പ്രശ്നമല്ലേ. മൂന്നാറിൽ നിന്നും തേനിക്ക് പോകുന്ന ബസ്സാട്ടോ KSRTC. അപ്പോൾ ചോളം ഒരെണ്ണം മേടിച്ചു കേട്ടോ. ഇതാ നല്ല ടേസ്റ്റാട്ടോ ഇത്. ഇതിങ്ങനെ ഈ മൂന്നാർ റൂട്ടിലൊക്കെ പോയാൽ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. വിക്കി പോയട്ടോ. നിങ്ങളായാലും കൊതി വിട്ടിട്ടോ ഞാൻ വിക്കിയേ. മൂന്നാറിന് പോകുന്ന നമ്മുടെ KSRTC. ഞാനൊരു തമിഴ്നാട് ബസ് കണ്ടിട്ട് പോകാമെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുന്നത്. സൂര്യനൊക്കെ എങ്ങനെ അസ്തമിക്കാറായി എന്ന് തോന്നുന്നു കേട്ടോ. നല്ല താഴാൻ തുടങ്ങിയല്ലോ സൂര്യൻ. ഇവിടുന്ന് ഇനി പെട്ടെന്ന് എസ്കേപ്പ് ആവണം. അങ്ങനെ നമ്മുടെ ഒരു പ്രൈവറ്റ് ബസ് പോകുന്ന പോക്കുണ്ടോ, നേരെ പൂപ്പാറയ്ക്കാണേ. അപ്പം നമുക്കിനി താഴെ പോയി പൂപ്പാറ ടൗണിൻ്റെ കുറച്ച് കാഴ്ചകളോട് ഒന്ന് കണ്ടു നോക്കാവേ. ടൗണിൽ നിന്ന് കയറി അങ്ങ് പോവാം. ഇവിടുത്തൊക്കെ ഈ മരങ്ങളൊക്കെ എത്ര വർഷം പഴക്കമുള്ള മരമെന്ന് പറയും. സായിപ്പ് വെച്ചിട്ട് പോയതാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ തേയിലയുടെ കൂട്ടത്തിൽ. പൂപ്പാറ ടൗണേ അക്കരെയാണേ. അപ്പോൾ നമ്മൾ പൂപ്പാറ ടൗണിലേക്ക് എത്തിയേ. ആ സൈഡേ പോകുന്ന റോഡ് കണ്ടോ, അത് തമിഴ്നാട്ടിലേക്കൊക്കെ പോകുന്ന വഴിയാണ്. ഇങ്ങോട്ട് നമ്മൾ നെടുങ്കണ്ടമൊക്കെ പോകുന്ന വഴി. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടേ. ആ റോഡ് എന്നാ തുടങ്ങിയെന്നുള്ളതാണ്. സായിപ്പ്മാരുടെ കാലത്തുള്ള റോഡാണ് തമിഴ്നാട്ടിലേക്ക്. പഴങ്ങൾക്കൊക്കെ വിലക്കുറവാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ കുറേ സൈഡിൽ കൂടെ കുറേ കടകളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം. ഒരു തമിഴ്നാട് ബസ് പോകുന്ന പോക്കുണ്ടോ. ഇങ്ങോട്ടുള്ള ഈ തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകൾക്കുണ്ടോ. ഇവിടെ തേയിലയുണ്ട്, കുറേ യൂക്കാലിപ്സ് മരങ്ങളും ഉണ്ട്. ഈ യൂക്കാലി മരങ്ങളൊക്കെ ശരിക്കും തണുപ്പുള്ള സ്ഥലത്തെ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. ഈ പൂപ്പാറയൊക്കെ വൈകിട്ടായി കഴിഞ്ഞാലൊക്കെ നല്ല തണുപ്പാണേ. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ എങ്ങോട്ട് ഫ്രെയിം വെച്ചാലും അടിപൊളി കാഴ്ചകളാണ്. അതിലെ ഒരു വഴി അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അത് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്നൊരു വഴിയാണ്. ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ നോക്കുക എങ്ങനെ ഉണ്ടെന്ന്. അങ്ങനെ തന്നെ ഇവിടെ കുറേ നേരം നോക്കി നിൽക്കാൻ തോന്നുവേ. ഈ മുന്നോട്ട് കിടക്കുന്ന വഴിയുണ്ടല്ലോ, ഇതാണ് നെടുങ്കണ്ടത്തേക്ക്. നമുക്ക് ഈ റൂട്ടിലാണ് പോകേണ്ടത്. ഇതിലേ കുറേ അങ്ങ് നടന്നാലും ഇതുപോലുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ തേയില മാത്രമല്ല കുരുമുളകും ഉണ്ട് കേട്ടോ. ഈ മരത്തിലൊക്കെ കുരുമുളക് കയറി കിടക്കുന്നുണ്ടോ. ഇനിയിപ്പോൾ ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് പറിക്കണം.
ഈ തോട്ടത്തിൻ്റെ കാഴ്ചയെ ഇങ്ങനെ ഒന്നുകൂടെ നോക്കി. അപ്പുറത്തെ അമ്പലത്തിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഹാരിസൺസിൻ്റെ തോട്ടമാണ് കേട്ടോ. ഇവർക്ക് കാപ്പിത്തോട്ടവും തേയിലത്തോട്ടവും ഏലത്തോട്ടവും ഒക്കെ അങ്ങനെ കുറേ തോട്ടങ്ങളുള്ള ഒരു പാർട്ടിയാണ്. ഈ വൈകുന്നേരം ഈ പോക്കുവയിലൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ തേയിലക്കാട്ടിലേക്ക് അതിങ്ങനെ വീശി എത്തുമ്പോഴുള്ളൊരു കാഴ്ച ഉണ്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പാറ ഭാഗത്തേക്കൊക്കെ വന്ന ഈ രാജകുമാരി എന്നുള്ള ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വരുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ നല്ല കാഴ്ചകളായിരുന്നു. ആ പള്ളിയുടെ ഭാഗവും ഒക്കെ ആയിട്ടേ. കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ പരിചയക്കാരിലേക്കൊക്കെ വീഡിയോ എത്തിച്ചു കൊടുക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. എല്ലാ സഹകരണങ്ങൾക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.